ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഇന്ന് സിസ്റ്റർ ഒരു സാധനം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞേ? എല്ലാവരും ഉത്തരം പറയും, എനിക്കറിയാം, മുട്ടയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇത് ഏത് മുട്ടയാ? കോഴിമുട്ടയാണോ, താറാമുട്ടയാണോ, നാടൻ കോഴിമുട്ടയാണോ, വെള്ളക്കോഴിമുട്ടയാണോ, കാക്കമുട്ടയാണോ? അല്ലേ, പല പല ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് എന്തായിരിക്കും? ഓക്കെ, കറക്റ്റ് കോഴിമുട്ടയായിരിക്കും അല്ലേ, കോഴിമുട്ടയാണ്. ഇനി ചിലർ പറയും ഇത് അങ്ങനെ കോഴിമുട്ടയാകാൻ സാധ്യതയില്ല, കാരണം ഇതുപോലെ നല്ല ഇങ്ങനെ ചെത്തി മിനുക്കി കല്ലിലുണ്ടാക്കിയ സാധനവും ആകാം, ഷോക്കേസിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല, ഇത് ഒറിജിനൽ കോഴിമുട്ടയാണ്. സിസ്റ്ററിൻ്റെ കോൺവെൻറ്റിലെ കോഴിയിട്ട മുട്ടയാണ് കേട്ടോ, ഒറിജിനൽ മുട്ട. ഇനി ഈ മുട്ടയ്ക്ക് എന്തൊക്കെ സാധ്യതകളുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഓക്കെ, ഒന്ന്, മുട്ട വളരെ ലോലമാണ്. ഓക്കെ, ഇട്ടാൽ പൊട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമായി മാറും. ഇനിയോ, മുട്ട വെച്ച് നമുക്ക് ബുൾസായ ഉണ്ടാക്കാം, ഓംലെറ്റ് ഉണ്ടാക്കാം, മുട്ട ബിരിയാണി, ചിക്കൻ ബിരിയാണി പറ്റില്ല അല്ലേ, മുട്ട ബിരിയാണി ഉണ്ടാക്കാം. ഇനി സൂപ്പിലിട്ട് നമുക്ക് കുടിക്കാം, ചൂടാക്കിയൊക്കെ. അത് അമ്മമാർക്ക് അറിയാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇങ്ങനെ പല പല കാര്യങ്ങൾ രുചി കൂട്ടാൻ വേണ്ടി മുട്ട ഉപയോഗിക്കും. പിന്നെയോ, ആരെങ്കിലും നമുക്ക് കളിയാക്കണം, പരിഹസിക്കണം, നാണം കെടുത്തണം എങ്കിൽ എന്നാ ചെയ്യണം? ഈ മുട്ട ഒന്ന് എറിഞ്ഞു കൊടുത്താൽ മതി, നെറ്റിയിൽ വീണ് ശരീരം മുഴുവനും ചീത്തയാക്കി മോശമാക്കാം. ഓക്കെ, ആ വ്യക്തിയെ നമുക്ക് പരമാവധി നാണം കെടുത്താം, ഹ്യൂമിലിയേറ്റ് ചെയ്യാം. പിന്നെ എന്തൊക്കെ സാധ്യതകളുണ്ട്? പിന്നെ ഈ കവറും എടുത്ത് നമുക്ക് നല്ല ഡിസൈനൊക്കെ ചെയ്ത് ഇങ്ങനെ അലങ്കാര വസ്തുവായിട്ട് ഉപയോഗിക്കാം, ഹാങ്ങിങ് ഒക്കെ ചെയ്ത് നല്ല സംഭവമാക്കാം. ഇനി ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞ ഈ മുട്ടയുടെ യഥാർത്ഥ സാധ്യത. ഈ മുട്ടയ്ക്കുള്ളിൽ ഒരു ജീവനുണ്ട് അല്ലേ. ഈ ജീവൻ പുറത്തു വന്നാലോ കുറേ കോഴികൾക്ക് ജന്മം കൊടുക്കാൻ പറ്റും, വീണ്ടും മുട്ടയിടുന്നു. അങ്ങനെ ഒത്തിരി തലമുറകളെ ജനിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു കുഞ്ഞു ജീവൻ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, ഇനി ഈ കോഴിമുട്ടയുമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു കഥ പറയാനുണ്ട്. ഓക്കെ, ഈ കോഴിമുട്ടയെ പോലെ ചിലപ്പോൾ ആളുകൾ നമ്മളെ വളരെ നിസാരമായി കാണും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെ സംഭവമുള്ളൂ, എന്താണ് ഒരു ഓംലേറ്റ് അടിച്ച് കഴിക്കാൻ തീർന്നത് പോലെ വളരെ നിസാരനാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ മുദ്ര കുത്താം. ഓക്കെ, പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്. ദൈവം നമ്മളെ ബഹുമാനിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സാറുമാരൊക്കെ വലിയ ഇപ്പം മന്ത്രിമാരോ വലിയ ഹൈ പ്രൊഫൈൽ ആൾക്കാർ വരുമ്പോൾ സാർ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇച്ചിരി ബെൻഡ് ചെയ്ത് നമസ്കാരം കൊടുത്ത് പുഞ്ചിരിക്കില്ലേ. അപ്പം നമ്മളെ കണ്ടാൽ ദൈവം പറയാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. പ്രിയങ്കരനായ ഒരാൾ വന്നാൽ നമ്മൾ കെട്ടിപ്പിടിക്കും അല്ലേ, ഉമ്മ കൊടുക്കും, ചേർത്ത് പിടിക്കും, സീറ്റ് അടുത്തിരുത്തും, നല്ല ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇതുപോലെ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും, ഞാനും നീയും ഒക്കെ എങ്ങനെ ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്, അമൂല്യനാണ്. ഓക്കെ, അമൂല്യമായ സാധനങ്ങൾ നമ്മൾ തുറന്നു വയ്ക്കുമോ, വഴിയോരത്തിട്ടേക്കോ? ഇല്ല. അതിൻ്റെ വില കൂടുന്തോറും, മൂല്യം കൂടുന്തോറും നമ്മൾ ലോക്കറിൽ 1ഉം 2ഉം കീയല്ല, മണിച്ചിത്ര താഴെയിട്ട് നമ്മൾ പൂട്ടി വയ്ക്കും അല്ലേ. ഇതുപോലെ വിലപ്പെട്ടവനാണ് നമ്മൾ. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാ, ഞാൻ ഒരു നിസാരനല്ല, ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പിന്നെ നമ്മുടെ മുന്നിൽ 2-3 ഓപ്ഷനുണ്ട്. ഓക്കെ, ഒന്ന് ആവറേജ് ആയിട്ട് ജീവിക്കാം. ഓക്കെ, ഇനി ബിലോ ആവറേജ് ആയിട്ട് ജീവിക്കാം, ഗുഡായിട്ട് ജീവിക്കാം, എക്സലൻ്റ് ആയിട്ട് ജീവിക്കാം. ഏത് വേണം? അപ്പം 4 ഓപ്ഷനുണ്ട്. ഒന്ന് ലോ ആവറേജ്, ഓക്കെ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ നമുക്ക് ജീവിക്കാം. ആവറേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമല്ല, എന്നാൽ ഭയങ്കര ലോയോ അല്ല, നമ്മൾ ഓക്കെയാണ്. ഗുഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ലത്. എക്സലൻ്റ് എന്ന് പറഞ്ഞാലോ, ആ എക്സലൻ്റ് എന്ന് പറയുമ്പോൾ വാവ് വണ്ടർഫുൾ, റേഞ്ച് കൂടിയ ആളാണ് അല്ലേ, നല്ല ഹൈ പ്രൊഫൈൽ ആളാണ്, അല്ലെങ്കിൽ അവൻ്റെ സാധ്യതകൾ കൂടുതലാണ്, കഴിവ്, കപ്പാസിറ്റി, ജ്ഞാനം, ഈ ലെവലിലൊക്കെ അവൻ്റെ സാധ്യതകൾ ഒത്തിരി വലുതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈശോപ്പയുടെ മക്കളാണല്ലോ. ഈശോപ്പയ്ക്ക് ഒത്തിരി സാധ്യതയുണ്ട്. ഈശോയുടെ റേഞ്ച് ചെറുതൊന്നുമല്ല, അങ്ങ് ഹൈ റേഞ്ചാണ് അല്ലേ. കഴുകനെ പോലെ അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്ന എക്സലൻ്റ് ആണ് ദൈവത്തിൻ്റെ റേഞ്ച്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മളും ബിലോ ആവറേജ് അല്ല, ഗുഡല്ല, എക്സലൻ്റിൽ ജീവിക്കാനാണ് നമ്മളെ ദൈവം ക്ഷണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വിചാരിക്കുവാണ്, ഇങ്ങനെ ഒന്നുമില്ല, ഞാൻ നേടില്ലെന്ന് വിചാരിച്ചാൽ കിട്ടില്ല എന്നുള്ളത് ഉറപ്പ്. ഓക്കെ, നമ്മുടെ ചിന്ത. ഞാൻ വിജയിക്കുമെന്ന് വിചാരിച്ചാൽ വിജയം ഉറപ്പ്. കഴിയുമെന്ന് വിചാരിച്ചാൽ കഴിയുക തന്നെ ചെയ്യും, കിട്ടും, ശ്രമിക്കും, നേടും.
അവൻ നേടിയിരിക്കും. ഓക്കെ, ഇനി എനിക്കൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും പറ്റില്ല തന്നെ. എനിക്ക് പേടിയാണ്, ടെൻഷൻ എന്ന് വെച്ചാൽ അത് അതിലൂടെ നമ്മൾ കടന്നു പോകും, ഇല്ല. ഓക്കെ, അപ്പം മികച്ചത് പ്രതീക്ഷിക്കുക, നേടിയെടുക്കുക. എന്താ മികച്ചത്, എക്സലൻ്റ് ഉള്ളത് പ്രതീക്ഷിക്കുക. അത് പ്രതീക്ഷയാണ്. സാധ്യതകളൊക്കെ ചിലപ്പം മോശമായിരിക്കാം, പക്ഷെ ആദ്യം നമ്മളെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തയിൽ പ്രതീക്ഷ കൊണ്ട് നിറയ്ക്കണം. ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ ഏത് വെള്ളച്ചാട്ടവും ചാടി അപ്പുറം കിടക്കാനുള്ള ഒരു ത്വര, ഒരു റെഡിയായിട്ട് നിൽക്കണം മനസ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ചിന്തകളെ ശരിയാക്കുക. ഞാൻ ഗുഡാണ്. സിസ്റ്റർ ഒരു കാര്യം പറയട്ടെ, ചെയ്യോ? ഡീൽ ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വീട്ടിൽ കണ്ണാടിയൊക്കെ കാണുമല്ലോ അല്ലേ? ചില വീടുകളിൽ വലിയ കണ്ണാടി, ഫുൾ സൈസ് കണ്ണാടി കാണും. ചിലർക്ക് കഴുത്ത് വരെയോ ഇതുവരെയൊക്കെ ഉള്ള കണ്ണാടി കാണും. ഏതുമായിക്കൊള്ളട്ടെ, കുഞ്ഞാണെങ്കിൽ നോ പ്രോബ്ലം. കണ്ണാടി നോക്കിയിട്ട് പറയണം, ഐ ആം ഗുഡ്, ഞാൻ ഈശോപ്പയുടെ മോളാണ്, ഈശോപ്പയുടെ മോനാണ്, എനിക്ക് പറ്റും, ഞാൻ സുന്ദരനാണ്, ഞാൻ മിടുക്കനാണ്, ഞാൻ കഴിവുള്ള ആളാണ്, ഞാൻ സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റാണ്. പറഞ്ഞ് ചെയ്യുമ്പോൾ എന്നാ പറയും? സിസ്റ്റർ എന്താ പറഞ്ഞേ? നമ്മൾ മികച്ചത് ചിന്തിക്കുക, അത് നേടിയെടുക്കുക. വിജയിക്കുമെന്ന് ഉറച്ചാൽ വിജയിക്കുമെന്നുള്ളത് 101% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ അപ്പൻ്റെ പിള്ളേരാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ബൈബിൾ ഉണ്ടല്ലോ. ബൈബിൾ ആരാ? ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറയുന്നതൊക്കെ കാറ്റിൽ പറന്നു പോകും അല്ലേ? ഇന്നൊന്ന് പറയും, നാളെ മാറ്റി പറയും. അതാണ് നമ്മുടെ സ്വഭാവം. പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയല്ല. ദൈവം വിശ്വസ്തനാണ്. ഓക്കെ, ദൈവം ഒന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ, അതിൻ്റെ വള്ളിയോ പുള്ളിയോ ഒന്നും മാറ്റില്ല. അപ്പോൾ ഈ വചനത്തെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യമൊക്കെ വായിച്ചില്ലെങ്കിലും പിടിക്കുക, ഉമ്മ കൊടുക്കുക, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക, തുറന്നു നോക്കുക, വചനം വായിക്കുക. ഒത്തിരി വായിച്ചില്ലെങ്കിൽ ആദ്യമൊക്കെ 1 or 2 വചനമൊക്കെ വായിക്കുക. വായിച്ച് ഇത് നമ്മുടെ ഉള്ളിൽ നിറയണം. ഇതിൽ മൊത്തം പോസിറ്റീവ് അല്ലേ? എന്നെ ശക്തനാക്കുന്നവനിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫിലിപ്പിയർ പറയുന്നുണ്ട്. പിന്നെ എന്താ? സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഓക്കെ, ഇങ്ങനെ എന്തുമാത്രം വചനങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, ഈ വചനങ്ങൾ ഇങ്ങനെ ഭക്ഷിച്ച് വയറ് നിറയ്ക്കണം, ചിന്ത നിറയ്ക്കണം. അപ്പോൾ എന്നാ പിന്നെ നമുക്ക് ഈ എക്സലൻറ്റിൻ്റെ അപ്പുറമായിരിക്കും. ഓക്കെ, എക്സലൻ്റ് അല്ലാതെ വേറെ ഒരു ഓപ്ഷനും നമുക്കില്ല. അപ്പം വചനം ഹൃദയത്തിൽ കയ്യിലെടുക്കുക, ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് നിറയ്ക്കുക. വിത്താണ്, വിതയ്ക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അത് ചെടി മുളച്ച് വരും, ഫലം പുറപ്പെടുവിക്കും. ഓക്കെ, ഇനി കുഞ്ഞുമക്കൾ എന്നാ സ്കൂളിലൊക്കെ പോവുകയാണല്ലോ, പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മയൊക്കെ സഹായിക്കാം. ഓക്കെ, അമ്മയും പപ്പയൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി ലാഗ് ചെയ്യരുത്. ഞാൻ വരാമേ നോക്കട്ടെ, 10 മിനിറ്റ് കഴിയട്ടെ, എങ്ങനെ പറയരുത്. ഈശോരെ മക്കൾ എന്നാ ചെയ്യും? വിളിച്ച ഉടനെ എന്തോന്ന് വിളി കേൾക്കുന്നു. മക്കളെ ഒരു സാധനം എടുത്തിട്ട് വരാൻ പറയാം, ചാടി നമ്മൾ പോയി സാധനം എടുത്തു കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ റെഡി ആയിരിക്കണം. അല്ലാതെ നമ്മൾ വാടിയ ചേമ്പില പോലെ ഇരിക്കരുത്, ഉഷാറായിട്ടിരിക്കണം. എന്ത് ചെയ്യാനും, പഠിക്കാനാണെങ്കിൽ റെഡി, ജോലി ചെയ്യാനാണെങ്കിൽ റെഡി, തൂക്കാനും തുടയ്ക്കാനുമാണെങ്കിൽ റെഡി, ഐ ആം ഓൾവേസ് അവൈലബിൾ. ആ മൈൻഡ് ആയിരിക്കണം. ഓക്കെ, ഇനി വിചാരിക്കാം നമ്മൾ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഒരു രോഗിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ രോഗി ആ ലെവലിൽ ചിന്തിക്കുമ്പോൾ ജീവിതം തീർന്നു, ഇനി ഒന്നുമില്ല, ഇതെല്ലാം ഈ കാണുന്നതെല്ലാം എനിക്ക് ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാം. ഓക്കെ, ആ അവസ്ഥയിൽ വളരെ സ്ട്രഗിളിലായിരിക്കുന്ന ഒരാൾ. പക്ഷേ ദൈവത്തിൻ്റെ കുഞ്ഞ് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ലോകത്തോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ടവനല്ല. അവൻ വിചാരിക്കണം, ഈ ലോകം നഷ്ടപ്പെട്ടാലും, എൻ്റെ ശരീരം മണ്ണോട് മണ്ണ് ചേർന്നാലും, ഞാൻ ഒന്നുമില്ലാതായാലും, ഇതെന്നോ ടെമ്പററി വെച്ചാൽ കുറച്ച് കാലമുള്ള ഒരു റിസോർട്ട് പോലുള്ള സ്ഥലമാണ്. ഇവിടെ വിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു രാജകൊട്ടാരത്തിലാണ് ഞാൻ പോകുന്നത്. ഓക്കെ, ആ രാജകൊട്ടാരത്തിൽ എന്നെ സ്വീകരിക്കാൻ ഞാൻ എന്നും നിരന്തരം വിളിക്കുന്ന എൻ്റെ അപ്പയുണ്ട്, സ്വർഗത്തിലെ പപ്പയുണ്ട്, മാതാവുണ്ട്, ഔസേപിതാവുണ്ട്, മാലാഹമാരുണ്ട്, പിന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയ ഒരു കൂട്ടം കൂട്ടുകാരുണ്ട്. ആ ലോകത്തിലേക്കാണ് ഞാൻ പറന്നു പോകുന്നത്. ഈ ലോകത്തിൽ കാണുന്ന സൗന്ദര്യമൊന്നും അല്ല. ഓക്കെ, ആ ലോകത്തിൽ വളരെ വളരെ സൗന്ദര്യമുള്ള ലോകമാണ്. അപ്പോൾ ആ ലോകത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ, അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ജില്ലായി മാറും, ക്യൂട്ടായിട്ട് മാറും. നമ്മൾ മരിച്ചാലും തന്നെ ആ മരണസമയം തന്നെ വളരെ രസകരമായ സന്തോഷമുള്ള അനുഭവം തരുന്ന ഒരു നിമിഷങ്ങളായി മാറും. ഓക്കെ, അപ്പം ഏതവസ്ഥയാണെങ്കിലും വിശ്വസിക്കുക, ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്,
ദൈവമാണ് എന്നെ ഉണ്ടാക്കിയത്, ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. ഓക്കെ, ഏത് കാര്യത്തിനും വിചാരിക്കാം ഞാൻ പറ്റും, ഞാൻ നേടും, നേടിയെടുക്കും. എൻ്റെ റേഞ്ച് ബിലോ ആവറേജ് അല്ല, ആവറേജ് അല്ല, ഗുഡ് അല്ല, എക്സലൻ്റ് ആണ്, എനിക്ക് പറ്റും, മിടുക്കിയാണ്. ഇങ്ങനെ പറഞ്ഞ് 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 നല്ല നല്ല പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. ദൈവത്തിൻ്റെ കരം പിടിച്ച് അങ്ങ് പറന്നു കയറുക. ഈശോ അനുഗ്രഹിക്കട്ടെ.